മധുരയ്ക്ക് സമീപം യമുന എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായി. 7 ബസ്സുകളടക്കം 11 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിയിടിക്ക് പിന്നാലെ 5 ബസ്സുകളും 2 കാറുകളും പൂർണ്ണമായും കത്തിപ്പോയി. 4 മരണമാണ് സ്ഥിരീകരിച്ചത്. 25 പേർക്ക് പരിക്കേറ്റു. മൂടൽമഞ്ഞും അതുപോലെ അമിത വേഗതയും തന്നെയാണ് അപകടത്തിന് കാരണം. ഈ അപകടം നടക്കുന്ന സമയത്ത് യമുന എക്സ്പ്രസ് വേയിൽ ദൃശ്യപരിധി 0 തന്നെ ആയിരുന്നു. എന്നാലും സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു അന്വേഷണം കൂടെ നടക്കുമെന്നുള്ള കാര്യം പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ മരണപ്പെട്ടവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അത് ആ കണക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമ പട്ടിക വരുന്ന സമയത്ത് പരിക്കേറ്റവരുടെ ആരുടെയും പക്ഷേ നില അത് ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. നിലവിൽ ഈ റോഡിന് ഒരു വശത്തായി നിരനിരയായിട്ടാണ് അപകടത്തിൽ അകപ്പെട്ട വാഹനങ്ങൾ, കത്തിക്കഴിഞ്ഞ വാഹനങ്ങൾ കിടക്കുന്നത്. അതെല്ലാം ക്രെയിനിൻ്റെ സഹായത്തോടുകൂടി മറുവശത്തേക്ക് മറിച്ചിടുന്ന നടപടിക്രമത്തിലാണ്. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കി നൽകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ മരണസംഖ്യ വർദ്ധിക്കാനുണ്ടായിരുന്ന എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള ഇടപെടൽ, പ്രത്യേകിച്ചും മറ്റ് യാത്രക്കാരെ എല്ലാവരെയും ഈ റോഡിലൂടെ വരുന്ന ആളുകൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സഹായിച്ചു. അത്തരത്തിൽ രക്ഷപ്പെട്ട ഓടിയ ആളുകൾക്കെല്ലാം ബദൽ മാർഗം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ തോതിലെങ്കിലും പരിക്കേറ്റ 25 ആളുകളെയാണ് ഇപ്പോൾ ഈ ഇവിടെയുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. യമുന എക്സ്പ്രസ് വേയിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.